ഹലോ നമസ്കാരം. പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബിയെ ഇട്ട് വട്ടം കറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നവ്യ. നവ്യ നേരത്തെ തന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞു, ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യമൊക്കെ. എന്നാൽ അത് ഇതുവരെ പുറത്തേക്ക് ആരോടും പറഞ്ഞിട്ടില്ല. നവ്യ നാടകം കളിക്കുകയാണ് കേട്ടോ. ശരിക്കും അബിയെ ഒരു മണിച്ചിത്ര താഴിട്ട് പൂട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നവ്യ പോകുന്നത്. ഇവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ലാത്ത ഒരു തരത്തിൽ കുടുക്കിയിടണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ അനഘയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനായിട്ടാണ് നവ്യ കാത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഏകദേശം അനഘ സംസാരിക്കാറാകുകയും നടക്കാറാകുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അനഘ എല്ലാവരുടെയും മുമ്പിൽ ഈ സത്യങ്ങൾ വിളിച്ചു പറയാണ്. അതായത് മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചു വരുത്തി മീഡിയാസിൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ് അനഘയോട് അബി ചെയ്ത ക്രൂരതകളും അബി അനുഭവിക്കേണ്ട ശിക്ഷയെക്കുറിച്ചിട്ടും ഒക്കെ. ഇതൊക്കെ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ആദർശനും നയനയ്ക്കും ഒന്നും വലിയ അത്ഭുതം തോന്നുന്നില്ല കേട്ടോ. അവരതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശം നയനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന ആദർശിനോട് പറയുന്നുണ്ട്, ഇന്നൊരു സംഭവം ഉണ്ടായി ആദർശേട്ടാ എന്ന് പറയുക. അപ്പോൾ ആദർശ് നോക്കി എന്താ അത്, നവ്യേച്ചി ഉണ്ടല്ലോ, നവ്യേച്ചി അവിടെ ഇരിക്കുമ്പം അമ്മയും ഞാനും കൂടി അനഘയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അനഘയ്ക്ക് ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടെന്നും ഉടനെ തന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോഴേക്കും ഉടനെ തന്നെ നവ്യേച്ചി വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇനി അവളെ ആ കൊച്ചിനെയും കൂടെ ഇവിടെ കൂടെ താമസിപ്പിക്കുക, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ നിങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചു. അബിയേയും എന്നെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുക ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിലൊന്നും വലിയ അത്ഭുതം പറയാനില്ല, നമ്മി നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പെരുമാറിക്കൊണ്ടിരുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ നോർമലാണ്, നവ്യേച്ചി അങ്ങനെ പെരുമാറുള്ളൂ എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നവ്യേച്ചിയുടെ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങളൊക്കെ ഇല്ലേ. സരോവര ഹോസ്പിറ്റലിൽ കഴിയുന്ന അനഘയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയണമെന്നായിരിക്കണമല്ലോ നവ്യേച്ചി ആരോടോ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നത്. അത് അമ്മ കേൾക്കുകയും ചെയ്തല്ലോ. അങ്ങനെയുള്ളപ്പം ഇതുമായിട്ട് എന്തോ കണക്ഷൻ നവ്യേച്ചിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായും നവ്യക്ക് അതിൽ കണക്ഷനുണ്ട്. സരോവരം ഹോസ്പിറ്റലിൽ ആരുടെയും ആരോഗ്യസ്ഥിതി നോക്കണം എന്ന് നവ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനഘയുടെ തന്നെയായിരിക്കും, അല്ലാതെ മറ്റാരും അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ നവ്യയ്ക്ക് അനഘയുമായിട്ടൊരു കണക്ഷനുണ്ട്. അതിന് നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ എന്ന് മാത്രമേ നമുക്ക് കണ്ടെത്താനുള്ളൂ എന്ന് പറയാം. ശരിയാണ്, ആരെയായിരിക്കും നവ്യേച്ചി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക? അവിടെ ചെന്ന ആ പെൺകുട്ടിയെ തന്നെയാണ് നവ്യേച്ചി വിളിച്ച് സംസാരിച്ചതെങ്കിൽ, CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കിട്ടിയ ആ പെൺകുട്ടിയോട് തന്നെയാണ് നവ്യേച്ചി സംസാരിച്ചതെങ്കിൽ അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. നവ്യേച്ചി അനഘയുടെ കാര്യത്തിൽ നന്നായിട്ട് ഇടപെടുന്നുണ്ട്, എന്നിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ നാടകം കളിക്കുന്നത് തന്നെയാണ് എന്ന് പറയണം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അത് ശരിയാണ്, നവ്യ നാടകം കളിക്കുകയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഒന്നുകിൽ അബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അനഘയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി നവ്യ ശ്രമിക്കുന്നത്. കാരണം അബി ഈ കുരുക്കിൽ നിന്ന് അബിയെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണ്ടേ. അപ്പം അനഘയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം അബിയെ അറിയിക്കുന്നുണ്ടോയെന്നും അതുവഴി ഒരു നീക്കം നടത്തുന്നുണ്ടോയെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അനഘയുടെ കാര്യത്തിൽ മുത്തശ്ശൻ വളരെയധികം താല്പര്യം എടുത്തിട്ടുണ്ട്. അനഘയ്ക്ക് നല്ല സെക്യൂരിറ്റിയാണ് ഹോസ്പിറ്റലും കൊടുക്കുന്നത്. അബിയുടെ ഭാഗത്തു നിന്നൊരു ചതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുത്തശ്ശന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്യുന്നത്. അതും മനസ്സിലാക്കിയ അബി ഇനിയിപ്പോൾ തൻ്റെ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടൊന്നും കാര്യം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഭാര്യയെ തന്നെ ഏർപ്പാടാക്കിയതാണോ? അവൾ ഒന്നും അറിയാത്ത രീതിയിൽ അവളുടെ ഒരു ഫ്രണ്ടിനെയോ മറ്റോ വിട്ട് കാര്യങ്ങൾ അന്വേഷിപ്പിക്കുകയോ അനഘ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്യുകയാണോ എന്ന് ആദർശ് പറയുമ്പം നയന പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ആദർശേട്ടാ, ഒരിക്കലും നവ്യേച്ചി അത്രയൊന്നും കടന്ന് ചിന്തിക്കുകയില്ല. എത്രയൊക്കെ ആണെങ്കിലും നവ്യേച്ചി ഒരാളെ ഇല്ലായ്മ ചെയ്യാനൊന്നും ചിന്തിക്കുന്ന ആളല്ല എന്ന് പറയാനും ആദർശ് പറയുന്നുണ്ട്. കാര്യങ്ങൾ നമുക്കറിയാം, എന്തായാലും സേവിയറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. CCTV വിഷ്വൽസുള്ള പെൺകുട്ടിയുടെയും അതുപോലെ അനഘയുടെ നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ നവ്യയുടെ നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നവ്യ ആരെയാണ് സ്ഥിരമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതെന്നും സരോവരം ഹോസ്പിറ്റലിനെ കുറിച്ച് ആരോടാണ് സംസാരിച്ചതെന്നും മനസ്സിലാക്കിയാൽ ഇതിനൊരു വ്യക്തത വരും. CCTVയിൽ കണ്ട പെൺകുട്ടി നവ്യയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു വ്യക്തത വരും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് നവ്യയോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാമെന്ന് പറയാം. അപ്പം ഉടനെ നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഉടനെ ഒന്ന് നവ്യേച്ചിയോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകണ്ട. കാരണം നവ്യേച്ചി എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്.
ആവശ്യമില്ലാത്ത ഒരു ദേഷ്യമാണോ ചിന്തിക്കുന്നതെന്നും ഇനി അബിയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നവ്യേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നും എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നിന്റെ വെറും സംശയങ്ങൾ മാത്രമാണ്. ഒരിക്കലും നവ്യയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. നവ്യയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അബിയെ കുത്തിനും പിടിച്ച് വെളിയിൽ ഇറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നവ്യ ഇതൊന്നും തൽക്കാലം അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ബാക്കി സേവ്യറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം എന്ന് പറയാണ്. അതിനുശേഷം ദേവയാനിയും നയനിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി നയനിയോട് പറയുന്നുണ്ട് ചന്തുമോളുടെ കാര്യമൊക്കെ. ചന്തുമോളിപ്പം അവിടെ അനഘയുടെ അടുത്ത് എങ്ങനെയാണോ ഇവിടെ ആയിരുന്നപ്പോൾ ആ കുട്ടിയെ ഞാൻ താഴെ വയ്ക്കാതെ കൊണ്ട് നടന്നതാ. ഇഷ്ടംപോലെ ഭക്ഷണവും എല്ലാം കൊടുത്ത് ഞാൻ കൊണ്ട് നടന്നതാ. പക്ഷേ ഇപ്പോൾ അവിടെ നേരം വണ്ണം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ ഹോസ്പിറ്റലൊക്കെ അല്ലേ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും അമ്മ പേടിക്കണ്ടമ്മേ, ചന്തുമോളെ നോക്കാനും അവിടെ ഓമന ചേച്ചി ഉണ്ടല്ലോ, നന്നായിട്ട് നോക്കിക്കോളും, ഒരു പ്രശ്നവുമില്ല. ഞാൻ അവിടെ ചെന്നപ്പം ആ കുട്ടി ഇവിടെ നിൽക്കുന്നതിന് സന്തോഷമായിട്ടാണ് നിന്നത്. അതിൻ്റെ സ്വന്തം അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ നിന്നാൽ ഉണ്ടാവില്ല എന്ന് പറയണം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ശരിയാ, അതങ്ങനെയേ ഉണ്ടാവുള്ളൂ. സ്വന്തം അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സന്തോഷം എന്തായാലും ഉണ്ടാവില്ലല്ലോ. പിന്നെ നിന്നെ ചന്തുമോള് സ്വന്തം അമ്മയായിട്ട് തന്നെയല്ലേ കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പം നയന പറയാ, അതെ, ഞാനവിടെ ചെന്നപ്പോഴും ചന്തുമോൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഓടി വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. നയനാമ്മ ഉടനെ പോകണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അമ്മയെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കേട്ടോ എന്ന് പറയുമ്പം ഇത് കേട്ടുകൊണ്ട് നവ്യ അവിടെ നിൽക്കുക. നവ്യക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയാ, വീണ്ടും വീണ്ടും അവളുടെ കാര്യം തന്നെ ഈ സംസാരിക്കുന്നത്. അവൾക്ക് ആരോഗ്യ പുരോഗതി ഉണ്ടായി. ഇനിയിപ്പം നടന്നെടുത്ത് സംസാരിച്ച് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇങ്ങ് താമസിപ്പിക്കാമല്ലോ. എന്നെ അബിയും കൂടെ പുറത്താക്കുകയും ചെയ്യാം. അതായിരിക്കും എല്ലാവരുടെയും ഉദ്ദേശം. ചന്തുമോളുടെ സ്വന്തം അമ്മയുടെ അടുത്ത് അവള്, അപ്പം സ്വന്തം അച്ഛൻ്റെ അടുത്ത് നിന്ന് അങ്ങ് മാറിപ്പോയില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ദേവയാനി പറയാ, അല്ല നവ്യ എന്താ പറഞ്ഞത്? ആദർശിന് ഇതിലൊരു പങ്കുമില്ല എന്നുള്ള കാര്യം അറിയാലോ. ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോള് എന്നുള്ള കാര്യവും. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോള് എന്നുള്ള കാര്യം ആര് പറഞ്ഞു? അത് സ്ഥിരീകരിക്കാത്ത കാര്യമല്ലേ. DNA ടെസ്റ്റോ മറ്റോ നടത്തിയോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു DNA ടെസ്റ്റ് നടത്ത്. DNA ടെസ്റ്റ് നടത്തി സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ആരാ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനെന്നറിയാം. ഇനി യഥാർത്ഥ അച്ഛനെ കിട്ടിയില്ലേലും ആദർശേട്ടൻ്റെ തലയിൽ നിന്ന് അതങ്ങ് ഊരിപ്പോകുമല്ലോ. അതിനിവിടെ എന്താ ആരും സമ്മതിക്കാത്തത്? അപ്പോൾ ഉടനെ തന്നെ നയന പറയാ, അതിനാരാ സമ്മതിക്കാത്തത്? ആർക്കും ഇവിടെ സമ്മതക്കുറവൊന്നുമില്ല. പിന്നെ ആദർശേട്ടനെ എനിക്ക് ലേശ സംശയവും ഇല്ല. പിന്നെ ഇക്കാര്യത്തിലേ ഈ DNA ടെസ്റ്റിൻ്റെ കാര്യത്തിൽ അതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ചിലപ്പം അങ്ങ് പെട്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് അത് നടത്താത്തത് എന്ന് പറയാം. അപ്പോൾ ഉടനെ നവ്യ ചീറ്റിക്കൊണ്ട് ചെല്ലുകയാണേ. ആര് പെട്ടുപോകുന്ന കാര്യം നീ പറയുന്നത്? ആരും പെടാനൊന്നുമില്ല. അബിയെ ഉദ്ദേശിച്ചാണോ നീ പറഞ്ഞത്? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ഞാനും കണ്ടതാ. ഇനിയിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ടതതിനെ എന്ന് പറയാണ്. ശരി ചേച്ചി, ഞങ്ങൾ തർക്കിക്കാനും സംസാരിക്കാനും ഒന്നും വേണ്ടി നിന്നതല്ല. ചേച്ചി തന്നെയല്ലേ ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സേവ്യർ ആദർശിനെ വിളിക്കുകയാണ് കേട്ടോ. ആദർശ് ഫോൺ എടുക്കുമ്പം സേവ്യർ പറയാണ്, ആദർശ് സാറേ, ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട് ഈ സ്റ്റോറിയിൽ കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ആദർശിന് ആകാംക്ഷയാകുക. ആദർശ് ചോദിക്കുക, എന്താ സേവ്യറെ, സത്യം എന്താണെന്ന് വെച്ചാൽ പറ. അതെ, സത്യം എന്താണെന്ന് വെച്ചാൽ നവ്യയുടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ തന്ന നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് സ്ഥിരമായിട്ട് കോളുകളും മെസ്സേജുകളും ഒക്കെ പോകാറുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേത് നമ്പറില്ല, അതൊരു നമ്പർ ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. CCTVയിലുള്ള പെൺകുട്ടിയാണോ അതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടേത് തന്നെയാണ്. അതിലേക്ക് നിരന്തരമായിട്ട് പല മെസ്സേജുകളും അയച്ചിട്ടുണ്ട് നവ്യ. കോളുകളും സ്ഥിരം പോകാറുണ്ട്. അന്ന് നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് സരോവര ഹോസ്പിറ്റലിനെ കുറിച്ച് ചോദിച്ചു എന്ന് പറയുന്ന സമയത്ത് നവ്യ വിളിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയാണ് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ പെൺകുട്ടിയും നമ്മൾ CCTV കണ്ട പെൺകുട്ടിയും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പറയാം. അപ്പോഴേക്കും സേവ്യർ പറയാൻ, ഏതായാലും ആദർശം നേരിട്ടൊന്ന് വാ, നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. മാത്രമല്ല നന്ദുവിനോട് കൂടി പറയാം. നന്ദു ഒരു പോലീസ് ഓഫീസറല്ലേ, നന്ദുവിനും കുറേയൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റും നവ്യയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. ഈ കേസിൻ്റെ ഇടയിൽ നവ്യ എങ്ങനെയാണ് കിടന്ന് കളിക്കുന്നതെന്നുള്ള കാര്യങ്ങളും എന്ന് പറയാണ്. അങ്ങനെ സേവ്യറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആദർശ്. പോകുന്ന വഴി നന്ദുവിനെ കൂട്ടിക്കൊണ്ടാണ് കേട്ടോ ആദർശ് പോകുന്നത്. നന്ദുവിനോട് ചെന്ന് ആദർശ് പറയുന്നുണ്ട്, നന്ദു, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. നന്ദു ചോദിക്കുക, എന്താ ആദർശേട്ടാ, എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് ഈ പറയുന്നത്? അത് നവ്യയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ന് പറയുമ്പം നന്ദു ചോദിക്കുക, നവ്യയെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിയാനാ?
അല്ല, നവ്യ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എന്ത്? അപ്പോൾ പറയാ, അബിയുടെ കുഞ്ഞാണ് ചന്തുമോള എന്നുള്ള കാര്യം നവ്യ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നല്ല സംശയമുണ്ട്. നവ്യ അനഘയെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആനയോ നിരന്തരമായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് തുടങ്ങിയതാ ഈ പണി. അതിലെന്താണ് നവ്യയുടെ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. പല കോളും മെസ്സേജും ഒരു നമ്പറിലേക്കാണ് പോയിരിക്കുന്നത്. അത് സേവിയർ പറഞ്ഞു. മാത്രമല്ല, ആ നമ്പറിൽ നിന്നുള്ള മെസ്സേജുകളാണ് നമുക്ക് പല പ്രാവശ്യവും കിട്ടിയിരിക്കുന്നത്. അന്ന് ആ സ്വർണം കടത്തിൻ്റെ സമയത്ത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയ നമ്പർ അതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമുക്ക് ഹെൽപ്പായിട്ട് വന്നിരിക്കുന്ന നമ്പറിലേക്കാണ് നവ്യ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം കൂടെ സേവിയർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയാം, അത് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ. അപ്പോൾ നവ്യേച്ചിയാണോ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അത് നവ്യേച്ചിയാണോ? ജ്വല്ലറിക്കാർക്കെതിരെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ മാളവികയെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തും ഇൻഫർമേഷൻ വന്നത് ആ നമ്പറിൽ നിന്നല്ലേ? നയനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്തും ഇൻഫർമേഷൻ കിട്ടിയത് ആ നമ്പറിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നവ്യേച്ചിയും ആ നമ്പറിലുള്ള ആളുമായിട്ട് എന്താണ് റിലേഷൻ? നവ്യേച്ചി കൂടി അറിഞ്ഞിട്ടാണോ നമ്മളെ ഈ കാര്യത്തിലൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്? പാദശു പറയാനാ, അതിലൊരു വ്യക്തതയില്ല നന്ദു. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നീ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. നന്ദു പറയാം, തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം. നവ്യേച്ചി അങ്ങനെ ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തണമല്ലോ എന്ന് പറയണം. എന്നാൽ ശരി, വാ നമുക്ക് സേവിയറിൻ്റെ അടുത്ത് പോയി ബാക്കി വിവരങ്ങളും കൂടി അറിയാമെന്ന് പറയാം. അങ്ങനെ നന്ദുവും ആദർശും കൂടി സേവ്യറിൻ്റെ അടുത്തേക്ക് പോവാണ്. സേവ്യറിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴേ സേവ്യർ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. സേവ്യർ പറയുന്നുണ്ട്, കണ്ടോ, മിക്കപ്പോഴും പല പ്രാവശ്യങ്ങളിലായിട്ട് നവ്യ ഈ നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അതൊരു പെൺകുട്ടിയുടെ അഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ സേവ്യർ പറയുന്നുണ്ട്, ഈ അഡ്രസ്സ് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ CCTVയിലുള്ള പെൺകുട്ടി അത് തന്നെയാണോ എന്നറിയണമെങ്കിൽ ആ കുട്ടിയെ നമ്മൾ നേരിട്ട് കാണുക തന്നെ ചെയ്യണമെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അതൊന്നും വലിയ പ്രശ്നമില്ല സേവ്യറെ, നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറയാം. അപ്പോഴേക്കും ആദർശം വീണ്ടും ചോദിക്കുക, അപ്പോൾ സേവ്യറെ ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ, അന്ന് നമുക്ക് പല ഇൻഫർമേഷനും ഈ നമ്പറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നവ്യ തന്നെ ആയിരിക്കും ഈ നമ്പറിലേക്ക് വിവരങ്ങൾ അറിയിച്ച് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സേവ്യർ പറയുക, തീർച്ചയായിട്ടും ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലാതെ പിന്നെ ആ നമ്പറുമായിട്ട് ഇത്രയധികം കോൺടാക്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അപ്പം നവ്യേച്ചി ഒരു കില്ലാടി തന്നെയാണല്ലോ. ജ്വല്ലറിക്കാരിൽ നിന്ന് വിവരങ്ങൾ പലതും അറിഞ്ഞിട്ട് അത് ആദർശനെ അറിയിച്ചിരിക്കുന്നത് നവ്യേച്ചി തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, ശരിയാ, എന്നാലും നവ്യയോട് ഇത് നേരിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റും, പക്ഷെ അതിപ്പോൾ ചോദിക്കേണ്ടെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, വേണ്ട, നവ്യേച്ചിയോട് നേരിട്ട് ചോദിച്ചാൽ ഒരിക്കലും നവ്യേച്ചി ഇത് സമ്മതിച്ച് തരില്ല. നവ്യേച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് നവ്യേച്ചിയുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേന്ന് ചോദിക്കാം. ആദർശം പറയുന്നുണ്ട്, അതെ, നമ്മളെ ആ സമയത്ത് സഹായിച്ചെങ്കിൽ അബിയെ സഹായിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നവ്യയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ആ സരോവരം ഹോസ്പിറ്റലിൽ കഴിയുന്ന അനഘയും ചന്തുമോളെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ആയിരിക്കും ചിലപ്പം നവ്യയുടെ ലക്ഷ്യം എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടും അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ വഴിക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. CCTVയിൽ കണ്ട പെൺകുട്ടിയും ഈ നമ്പറിലുള്ള പെൺകുട്ടിയും ആരാണെന്നുള്ള അറിയാം. അങ്ങനെ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് ചോദ്യം ചെയ്ത വിവരങ്ങളെല്ലാം പുറത്തു വരും. ശരിയാണ്, അത് നടക്കുമെന്ന് പറയാണ്. അതേസമയം നവ്യ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അബിയെ പൂട്ടണം, മാണിച്ചത്ര താഴിട്ട് തന്നെ പൂട്ടണം, അല്ലാതെ അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇപ്പം തന്നെ എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു, പക്ഷേ അതൊന്നും അവനെ അറിഞ്ഞിട്ടില്ല. അവനെതിരെ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അവൻ്റെ ഓരോ തോൽവിയും കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അനഘ പൂർണ്ണ ആരോഗ്യത്തോടെ അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം. അപ്പോഴുണ്ടാവുന്ന അവൻ്റെ മുഖത്തെ ഭാവം എനിക്ക് കാണണം. അനഘയുടെ വായിൽ നിന്ന് തന്നെ എല്ലാവരും അറിയണം അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്നും അനഘയെ ഇങ്ങനൊരവസ്ഥയിലേക്ക്, കോമ സ്റ്റേജിലേക്കും മരണത്തിൻ്റെ വക്കിലേക്കും ഒക്കെ എത്തിച്ചിരിക്കുന്നതും അബി തന്നെയാണ് എന്നുള്ള കാര്യവും എല്ലാവരും അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അനഘയുടെ ആരോഗ്യം ഒന്ന് ശരിയായിക്കോട്ടെ, എന്നിട്ട് വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ. ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ വിചാരിക്കുക. അപ്പോഴാണ് നമ്മുടെ നന്ദു അന്വേഷിക്കുന്നത്. നന്ദു അന്വേഷിച്ച് പോകുന്നുണ്ട് ആ നമ്പറിലേക്ക്. ആ നമ്പറിൻ്റെ അഡ്രസ്സിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പം ആ പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും പെൺകുട്ടിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ നന്ദുവിന് കാര്യം പിടികിട്ടി. ഈ പെൺകുട്ടി തന്നെയാണ് CCTVയിൽ കണ്ടത്. അപ്പം നവ്യേച്ചി ഈ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞതിന് ശേഷം അവളാണ് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നവ്യേച്ചിയെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്.
ഉടനെ നന്ദു ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ എന്തിനായിരിക്കും വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പോലീസ് കേസൊന്നും ഉണ്ടാകാനുള്ള പ്രശ്നം ഇല്ലല്ലോ എനിക്ക്. അല്ല, നിങ്ങൾ സരോവരം ഹോസ്പിറ്റലിൽ പല ദിവസവും ചെന്നു എന്നും അനഘയുടെ റൂമിൽ കയറിയെന്നും ഒക്കെ ഡോക്ടർ വിവരം തന്നു. ആ CCTV ദൃശ്യങ്ങൾ വെച്ച് ഞങ്ങൾ അന്വേഷിച്ചെത്തിയതാ. അനഘയുമായിട്ട് നിങ്ങൾക്ക് എന്താ കണക്ഷൻ? അനഘയ്ക്ക് കുറച്ചധികം പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്. ജീവൻ വരെ അപകടത്തിലാകാമെന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് എന്ന് ആരെ ഏതാണെന്നറിയാത്ത ഒരാൾ കാര്യങ്ങളൊക്കെ തിരക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾ പോലീസിനുണ്ട്. അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറയാം. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു തരി പരിഭ്രമമൊക്കെ വരികയാണ്. ആ പരിഭ്രമത്തിൻ്റെ വലിയ പേടിക്കുകയൊക്കെയാണ്. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഇല്ല ഞാൻ വെറുതെ പേര് മാറി കയറിയതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാം. നിങ്ങളും അനഘയും തമ്മിൽ എന്താ ബന്ധം, ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും അവളങ്ങ് വിറങ്ങലിച്ച് ഇനിയിപ്പോൾ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുക. അപ്പോൾ ഉടനെ തന്നെ തുറന്ന് പറഞ്ഞേക്കാം എന്നുള്ള ഒരു രീതിയിൽ പറയുകയാണ് കേട്ടോ. അത് ഞാൻ ശരിക്കും അനഘയെ കാണാൻ തന്നെയാണ് അവിടെ പോയത് എന്ന് പറയാണ്. നന്ദു മേഡത്തിനെ എനിക്കറിയാം, നവിയുടെ അനുജത്തിയല്ലേ. ഞാൻ നവിയും ഒന്നിച്ച് പഠിച്ചവരാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു നവ്യ. ചിലപ്പം നന്ദു മേഡത്തിന് അറിയായിരിക്കും എന്ന് പറയാണ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേര്? അപ്പോഴേക്ക് പേര് പറയാണ്. പേര് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരി എനിക്ക് ഓർമ്മയുണ്ട്, ചേച്ചി കോളേജ് പഠന കാലത്തൊക്കെ വീട്ടിൽ ഈ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അല്ലാതെ നമ്മളങ്ങനെ പരസ്പരം അധികം കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം. ഇല്ല, പരസ്പരം അധികം കണ്ടിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടാണ് നവ്യ. അവൾക്കൊരു ആവശ്യം വന്നപ്പം അവൾ എന്നെ സമീപിച്ചു. അവൾക്ക് പല കാര്യങ്ങളിലും എന്നെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. അതെല്ലാം സാധിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു എന്ന് പറയാണ്. ഓഹോ, അപ്പോൾ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ വിളിച്ചത് നവ്യേച്ചി എന്ന് ചോദിക്കുക. അപ്പം ഫ്രണ്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം ഞാൻ പറയാതെ ഒന്നും ഇരിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഈ ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നവ്യ ആർക്കും വേണ്ടി ചെയ്തിട്ടുമില്ല. അല്ല, എന്തായിരുന്നു നവ്യേച്ചിയുടെ ഉദ്ദേശം? നിങ്ങളെ കൊണ്ട് എന്തുപകാരമായിരുന്നു നവ്യേച്ചിക്ക് വേണ്ടത്? അപ്പോൾ പറയാണ്, അതെ നവ്യയ്ക്ക് ചില കാര്യങ്ങളിലൊക്കെ സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്നെ സമീപിക്കുന്നത്. നവ്യ അബിയുടെ DNA സാമ്പിളും ചന്തുമോളുടെ DNA സാമ്പിളും തമ്മിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ജ്വല്ലറിയിലെ ഡേവിഡ് അത് മാച്ച് ചെയ്തതിന് ശേഷം ചന്തുമോളുടെ അച്ഛനല്ല അബി എന്ന് പറഞ്ഞെങ്കിലും നവ്യയ്ക്ക് സംശയം തോന്നി. നവ്യ എന്നെ അത് ഏൽപ്പിച്ചിരുന്നു. ഞാൻ ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം തെളിയുകയും ചെയ്തു. അത് ഞാൻ നവ്യയെ അന്ന് തന്നെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ നവ്യ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇത് മറ്റാരോടും പറയണ്ട എന്ന് നവ്യ എന്നോട് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ എന്നെ നീ സഹായിക്കണമെന്നും പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അവളെ സഹായിച്ചു. പല ഇൻഫർമേഷനും ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്നത് ഞാൻ വഴിയാണ് ആദർശിനെ അവൾ അറിയിച്ചുകൊണ്ടിരുന്നത്. ആദർശിന് പല മെസ്സേജുകൾ അയക്കുകയും കോൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് ആ വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നത് നവ്യ തന്നെയാണ് കേട്ടോ എന്ന് പറയാണ്. അപ്പം നന്ദു ഞെട്ടിപ്പോവാ. അപ്പം നവ്യേച്ചി അബിയെക്കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞോ? അതെ, അബിയെക്കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും നവ്യക്കറിയാം. അബിയെ ഒന്ന് ശരിക്ക് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നവ്യ ഇരിക്കുന്നത്. അവൻ ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധം അവനെ പൂട്ടണം എന്നുള്ള ചിന്ത തന്നെയാണ് അവൾക്ക് എന്ന് പറയുമ്പോൾ നന്ദു പറയാം, ആഹാ, എന്നിട്ട് നവ്യേച്ചി ഈ വിവരം ആരോടും അവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരും ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അവിടെ അറിഞ്ഞിട്ടുമില്ലല്ലോ. ആ, അതാണ് അവൾ എന്ന് പറയാണ്. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് സരോവര ഹോസ്പിറ്റലിൽ അനഘയെ കാണാൻ വേണ്ടി നിങ്ങൾ പോയത്? എന്തിനാണ് നവ്യേച്ചി നിങ്ങളെ പറഞ്ഞു വിട്ടത്? അത് അനഘയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അനഘയോട് ചില സത്യങ്ങളൊക്കെ നവ്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ആ കുട്ടിയുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുകയും ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകുകയൊക്കെ ചെയ്തത്. ഇനിയിപ്പം എങ്ങനെയെങ്കിലും അനഘ സംസാരിക്കാൻ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ അനഘയുടെ നാവിൽ നിന്ന് തന്നെ സത്യം പറയിപ്പിക്കണമെന്നാണ് ചേച്ചിയുടെ ലക്ഷ്യം എന്ന് പറയണം. അപ്പോഴേക്കും നന്ദു ഞെട്ടിപ്പോവുക. നന്ദു ഈ വിവരങ്ങളെല്ലാം ആദർശിനെ അറിയിക്കുകയാണ്. ആദർശും നയനയൊക്കെ ഇത് അറിഞ്ഞ് ഞെട്ടുകയാണ്. അവർ നവ്യയോട് ചോദിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉടനെ ചെന്ന് ചോദിച്ചാൽ പ്രശ്നമായെങ്കിലോ എന്നോർത്ത്. അതേസമയം നമ്മുടെ അനഘയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റം വരികയാണ്. അനഘ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോഴേക്കും നവ്യയ്ക്ക് സന്തോഷമാവുകയാണ്. നവ്യ തീരുമാനിച്ച കാര്യം നടപ്പാക്കാൻ പോവുകയാണ്. നവ്യ അനഘയെ പോയി കാണുന്നു. കണ്ടിട്ട് അനഘയോട് പറയുന്നുണ്ട്, അനഘ എൻ്റെ കൂടെ വരണം. അബിയെ നമുക്ക് പൂട്ടണം. നിന്നോട് ഈ ചതി ചെയ്താൽ, നിന്റെ കുഞ്ഞിനോട് ഈ ചതി ചെയ്താൽ അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതുപോലൊരു അവസ്ഥയിലേക്ക് നിന്നെ തള്ളിവിട്ടത് അവനാണ്. അതുകൊണ്ട് അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം എന്ന് പറയണം. അങ്ങനെ മാധ്യമങ്ങളെയൊക്കെ ഒരു ദിവസം വിളിച്ചു കൂട്ടുകയാണ് നവ്യ. അങ്ങനെ അനന്തപുരി തറവാടിൻ്റെ മുമ്പിൽ മാധ്യമപ്രവർത്തകരും മീഡിയസ് എല്ലാം വന്ന് നിൽക്കുകയാണ്. ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരാൻ പോകുന്നു അനന്തപുരി തറവാടുമായി ബന്ധപ്പെട്ട് എന്നറിയാണ്.
ഒരു വലിയ ചതിയുടെ കഥ, ഒരു പെൺകുട്ടിയെ ചതിച്ച കഥ, അതാണ് വരാൻ പോകുന്നത്. അങ്ങനെ അവിടെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ നവ്യ. കൂടെ അനഘയും ചന്തുമോളും ഉണ്ട്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. മുത്തശ്ശനും ആദർശും നയനയും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടിക്കഴിഞ്ഞു. അഭി ഞെട്ടി നിൽക്കുകയാണ്. തൻ്റെ അവസ്ഥ ഇനി എന്താവും ഓർത്ത് അഭി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാ സത്യങ്ങളും നവ്യ മാധ്യമങ്ങളോട് വിളിച്ച് പറയുകയാണ്. അഭിയാണ് ഈ പെൺകുട്ടിയെ ചതിച്ചതെന്നും അതിനുശേഷം ഈ ഒരു കോമാ സ്റ്റേജിലേക്ക് മരണത്തിൻ്റെ വക്കി വരെ ഈ പെൺകുട്ടിയെ എത്തിച്ചത് ആ ദുഷ്ടനാണ് എന്നും ഒക്കെ ഉള്ള കാര്യം പറയാണ്. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് നവ്യ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. ആദർശേട്ടനെ ഇത്രയും നാളും എല്ലാവരും കൂടി കരുവാക്കുമായിരുന്നെന്നും ആദർശേട്ടനെ അഭി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലാതെ ആദർശേട്ടൻ ഇതിലൊരു പങ്കുമില്ല എന്നുള്ള കാര്യവും പറയാണ്. അഭിക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പോലീസ് മേധാവികൾ ശ്രമിക്കണം എന്നുള്ള കാര്യം കൂടി നവ്യ അവിടെ വിളിച്ച് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഉദ്വേഗഭരിതമായ എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്